Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ എഗ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലും ഒരു കോഴിമുട്ടയും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് എഗ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ടതൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ആണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് മധുരത്തിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഈ മുട്ടയുടെ ആ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി, പക്ഷേ കൂടുതൽ നല്ലത് വാനില എസൻസ് തന്നെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും പാലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് മുട്ട മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിക്കുന്ന സമയം തന്നെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം വേണം ഈ എഗ് മിക്സ് പാലിലേക്ക് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചൂടുള്ള പാലിലേക്ക്, ഒരുപാട് തിളച്ചതിന് ശേഷമാണ് പാലിലേക്ക് ഈ എഗ് മിക്സ് ഒഴിക്കുന്നതെങ്കിൽ മുട്ടയാണ് പെട്ടെന്ന് തന്നെ വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ചെറിയ ചൂടിൽ ഉള്ള പാലിൽ വേണം ഈ എഗ് മിക്സ് ഒഴിക്കാനായിട്ട്. ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ നന്നായിട്ട് ഇതേപോലെ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ മുട്ടയും പാലും കൂടെ തിളച്ച പാലിലേക്ക് മുട്ട ഒഴിച്ചാൽ മുട്ട വെന്തു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ആ ചെറിയ ചൂടുള്ള പാലിലേക്ക് മുട്ട ഒഴിച്ചതുകൊണ്ട് തന്നെ അത് പിരിഞ്ഞു പോയിട്ടില്ല. നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനി മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു സ്പൂൺ കൊണ്ട് ഇപ്പോൾ ഇളക്കി നോക്കിയാലും അറിയാം, കണ്ടോ, നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം. ഞാൻ വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് തിളക്കുന്നതിന് മുമ്പേ ചെറിയ ചൂട് പാലിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തുടരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വരെ ഒരു 5 മിനിറ്റ് വരെയെങ്കിലും മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കൊണ്ട് ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ മിക്സ്ചർ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുന്നതും വളരെ നല്ലതാണ്. മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വണ്ണം വെക്കാനും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടത്തോടെ കുടിച്ചോളും. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും, ഒന്ന് തിള പൊട്ടി വരുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയാണ്, അല്ലാതെ ഇതിൽ വേറെ കട്ട കിട്ടിയിട്ടൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിൽക്ക് ഷേക്ക് 2 ഗ്ലാസ്സിലേക്കാക്കി സെർവ് ചെയ്ത് കൊടുക്കുക. ഇത് ടോട്ടൽ 3 ഗ്ലാസ് ഉണ്ടാവും. കറക്റ്റ് പാകത്തിന് 3 ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ പതയും കൂടെ ഷേക്കിലേക്ക് കിട്ടുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. മുകളിലേക്ക് കുറച്ചുകൂടെ ആ ഒരു പതഞ്ഞ് വന്നിരിക്കുന്ന ആ പതയും കൂടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കുള്ളൂ, നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.